നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. അൽഹംദുലില്ലാ, വളരെയധികം പ്രധാനപ്പെട്ട ഒരു വിഷയം, കാലിക പ്രസക്തിയുള്ളൊരു വിഷയമാണ് ഇന്ന് നമ്മളുടെ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. മാധ്യമലോകവും ഉലമാക്കളും, നമ്മൾ ഇൽമ് പഠിക്കുന്നവർ അല്ലെങ്കിൽ ഇൽമിയായ മേഖലകളിൽ സേവനം ചെയ്യുന്നവർ എന്ന നിലയിൽ ധാരാളം സെമിനാറുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണ്. പല സെമിനാറുകളും പലപ്പോഴും ലീഡ് ചെയ്തിട്ടുള്ളവരുമാണ്. പക്ഷേ ഈ ജേർണലിസവുമായി ബന്ധപ്പെട്ട്, മാധ്യമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ പങ്കെടുക്കുന്ന ഒരുപക്ഷെ ആദ്യത്തെ ഔദ്യോഗികമായ പ്രോഗ്രാമായിരിക്കും ഇത്. അനൗദ്യോഗികമായ ധാരാളം ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നവരോടൊപ്പം സമയം പങ്കിടുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനുമൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ടാവും. പക്ഷെ ഒഫീഷ്യലായി എൻ്റെ ഓർമ്മയിൽ ഔദ്യോഗികമായി നമ്മളുടെ മദ്രസയുടെ ബാനറിൽ നടത്തപ്പെടുന്ന ഒരു പ്രഥമ ചുവടുവയ്പ്പാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രഥമ ചുവടുവയ്പ്പ് എന്ന് പറയുമ്പോൾ ഒരൽപ്പം ജാള്യതയോടുകൂടി തന്നെയാണ് ഞാനതിനെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നതും. നമ്മുടെ മുൻഗാമികൾ ഒരുപാട് മുമ്പേ നടന്ന ഈ മേഖലയെ വേണ്ടതുപോലെ നമ്മുടെ പിൻഗാമികളിലേക്ക് കൈമാറുവാൻ നാം ശ്രമിച്ചില്ല, ശ്രദ്ധിച്ചില്ല എന്നൊരു ജാള്യതയും കൂടി അതിനോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് മാധ്യമത്തിന് വലിയ പ്രാധാന്യമുണ്ട്, ജേർണലിസത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ശരിക്കും ജനാധിപത്യം നിലകൊള്ളുന്ന ഒരു രാജ്യത്തിൽ മാധ്യമപ്രവർത്തനം എന്നത് ഡെമോക്രസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പില്ലറാണ്, ഒരു തൂണാണ്. ഫോർത്ത് എസ്റ്റേറ്റ് എന്നാണ് സാധാരണ നിലയിൽ മാധ്യമരംഗത്തെ പരിചയപ്പെടുത്തപ്പെടാറുള്ളത്. ഡെമോക്രസിയുടെ പ്രധാനപ്പെട്ട 4 തൂണുകളിൽ ഒന്ന് മീഡിയയാണ്. ലെജിസ്ലേറ്റീവ് കഴിഞ്ഞാൽ, എക്സിക്യൂട്ടീവ് കഴിഞ്ഞാൽ, അതേപോലെ നമ്മളുടെ നിയമ ജുഡീഷ്യറി സംവിധാനങ്ങൾ കഴിഞ്ഞാൽ ഡെമോക്രസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പില്ലറാണ് മീഡിയ എന്നത്. അതിനെ നമ്മളുടെ മുൻഗാമികൾ വേണ്ടതുപോലെ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഒരു ജനാധിപത്യ ഭരണകൂടത്തിൻ്റെ തീരുമാനങ്ങളെയും അവർ മുന്നോട്ട് വയ്ക്കുന്ന അജണ്ടകളെയും രാജ്യത്തെക്കുറിച്ചുള്ള പദ്ധതികളെയും ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് മാധ്യമങ്ങളാണ്. ജനങ്ങൾക്കിടയിൽ ചർച്ചകൾ, ഡിസ്കഷൻസ്, ഡിബേറ്റ്സ് അത് നിർമ്മിക്കുന്നത് മാധ്യമങ്ങളാണ്. ഭരണകൂടത്തിന് വന്നേക്കാവുന്ന തെറ്റുകളെ തിരുത്താനുള്ള ഏറ്റവും വലിയ വെപ്പൺ, ഏറ്റവും വലിയ ആയുധം അത് മാധ്യമങ്ങളാണ്. നമ്മൾ സാധാരണ നിലയിൽ നമ്മളുടെ ഡെമോക്രസിയുടെ ഭരണം കൈയാളുന്നവരായ ആളുകളുടെ നിരവധി ഇടപാടുകളെയും അവരുടെ അതിക്രമങ്ങളെയും രോഷത്തോടെ കാണുകയും തെരുവുകളിൽ നമ്മൾ വലിയ മുദ്രാവാക്യം മുഴക്കി അതിനെതിരെ പ്രതിഷേധിക്കുന്നവരും പ്രതികരിക്കുന്നവരുമൊക്കെയാണ്. പക്ഷെ പ്രതികരിക്കാനുള്ള നമ്മളുടെ കയ്യിൽ ഈ ഡെമോക്രസി നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്നത് മീഡിയയാണ്, മാധ്യമങ്ങളാണ്. മാധ്യമങ്ങളിലൂടെയാണ് ശരിക്കും ആ ധർമ്മം നിർവഹിക്കപ്പെടേണ്ടത്. അങ്ങനെ നിർവഹിക്കപ്പെടുമ്പോഴാണ് ഔദ്യോഗികമായ നിലയിൽ അത് ഭരണകൂടത്തിലേക്ക് എത്തുകയും ചെയ്യുക. അതല്ലാത്ത മുദ്രാവാക്യങ്ങൾ ഒരുപക്ഷെ ആവേശക്കടലുകൾക്കപ്പുറത്തേക്ക് മറ്റൊരു ധർമ്മവും നിർവഹിക്കുന്നില്ല എന്നത് നമുക്കെല്ലാം അനുഭവമുള്ള, ഇന്ന് പ്രത്യക്ഷത്തിൽ വളരെയധികം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ചെറിയൊരു അനുഭവം മാത്രം പങ്കുവയ്ക്കാം. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ ചരിത്രങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഈ കഴിഞ്ഞ 1-2 ആഴ്ചകൾക്കിടയിൽ നമ്മളെല്ലാവരും ഗൂഗിൾ പരതിയിട്ടുണ്ടാവും. കഴിഞ്ഞ ആഴ്ച ഷെയ്ഖുൽ ഹിന്ദ് മൗലാന മഹ്മൂദുൽ ഹസൻ ദിയുബന്ദി റഹ്മത്തുള്ളാഹി തആല അലൈഹി അവർകൾ, മഹാനവറുകളെക്കുറിച്ച് വെറുതെ ഹിസ്റ്റോറിയൻസിൻ്റെ വാക്കുകൾ നമ്മുടെ അടുത്ത് ധാരാളം ഉറുദു കിതാബുകളും ഗ്രന്ഥങ്ങളും ഒക്കെ ഉണ്ട് മഹാനവറുകളെക്കുറിച്ച്. പക്ഷേ നമ്മളുടെ നെറ്റിൽ ലഭിക്കുന്ന, ഗൂഗിളിൽ ലഭിക്കുന്ന വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വെറുതെ ഷെയ്ഖുൽ ഹിന്ദ് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കി. നിങ്ങളാരെങ്കിലും അറബിയിൽ ഷെയ്ഖുൽ ഹിന്ദ് എന്ന് ഈ അടുത്ത് ടൈപ്പ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളും കണ്ടിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ടൈപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതും ഒരു പ്രശ്നമാണ്. ഷെയ്ഖുൽ ഹിന്ദ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ
ഗൂഗിൾ നമുക്ക് നൽകുന്ന മറുപടി, 2 ഷെയ്ഖുൽ ഹിന്ദുമാരുണ്ട്, നിങ്ങൾ ഏത് ഷെയ്ഖുൽ ഹിന്ദിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. ഷെയ്ഖുൽ ഹിന്ദ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? മഹ്മൂദുൽ ഹസൻ ദെയ്ബന്തി റഹിമഹുല്ല അല്ലാതെ. രണ്ടാമത്തെ ആൾ കാന്തപുരം AP അബൂബക്കർ ഉസ്താദ് അവറുകളാണ്. നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കൂ. ഷെയ്ഖുൽ ഹിന്ദ് എന്ന് പറയുമ്പോൾ ഗൂഗിൾ നമുക്ക് നൽകുന്നത് 2 മറുപടിയാണ്. ഇതിലൊന്നാമത്തേത് മഹ്മൂദുൽ ഹസൻ ദെയ്ബന്തി റഹിമഹുല്ലയാണ്. രണ്ടാമത്തേത് കാന്തപുരം AP അബൂബക്കർ ഉസ്താദാണ്. ഇനി ഈ 2 പേരിൽ ആരുടെ കണ്ടന്റുകളാണ് ഗൂഗിളിൽ ഏറ്റവും കൂടുതലെന്നൊന്ന് പരതാമോ? ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഇമേജ് ക്ലിക്ക് ചെയ്ത് നോക്കൂ. ഷെയ്ഖുൽ ഹിന്ദ് മഹ്മൂദുൽ ഹസൻ ദെയ്ബന്തി റഹിമഹുല്ലായുടെ 1-2 ഫോട്ടോകൾ ചിലപ്പോൾ നിങ്ങൾ കണ്ടേക്കാം. ബാക്കി ഷെയ്ഖുൽ ഹിന്ദ് എന്ന ശീർഷകത്തിൽ വരുന്ന മുഴുവൻ ഇമേജുകളും കാന്തപുരം AP അബൂബക്കർ ഉസ്താദിൻ്റെ ഇമേജുകളാണ്. അടുത്ത തലമുറ ഷെയ്ഖുൽ ഹിന്ദ് എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുമ്പോൾ, സെർച്ച് ചെയ്യുമ്പോൾ ഈ മഹ്മൂദുൽ ഹസൻ ദെയ്ബന്തി റഹിമഹുല്ല ഒരുപക്ഷെ വന്നേക്കില്ല. കാരണം ഷെയ്ഖുൽ ഹിന്ദിനെ അറിയാവുന്നവർ വേണ്ടതുപോലെ അവിടം ഉപയോഗപ്പെടുത്തിയിട്ടില്ല. നമ്മൾ കിതാബുകൾ മതി എന്ന് ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടാകും. പുതിയ കാലത്ത് കിതാബുകളെ നാം എത്രത്തോളം ആസ്വദിക്കുന്നുണ്ട് എന്നത് പ്രാക്ടിക്കലി എങ്ങനെയാണ് ആസ്വദിക്കേണ്ടതെന്നല്ല, നാം എത്രത്തോളം ആസ്വദിക്കുന്നുണ്ട് എന്നത് നാം എല്ലാവരും അനുഭവിച്ചറിയുന്നൊരു കാര്യമാണ്. ChatGPT-യോട് നിങ്ങൾ അടുത്ത തലമുറ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്നവർ ചോദിക്കുമ്പോൾ ഷെയ്ഖുൽ ഹിന്ദ് എന്ന് ചോദിച്ചാൽ, ഗ്രാൻഡ് മുഫ്തി എന്ന് ടൈപ്പ് ചെയ്താൽ അവിടെ വരുന്നത് മാധ്യമരംഗത്തെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയ പ്രിയപ്പെട്ട കാന്തപുരം ഉസ്താദ് അവറുകളുടെ പേരും അദ്ദേഹത്തിൻ്റെ സേവനങ്ങളുമായിരിക്കും. ഇതൊരു വസ്തുതയാണ്. ഇടപെടലില്ലാതെ പോകുന്നതിൻ്റെ നേർക്കാഴ്ചകളാണ്. നാം എത്രത്തോളം ഷെയ്ഖുൽ ഹിന്ദിനെ കുറിച്ച് നമ്മളുടെ മേഖലകളിൽ സംസാരിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, മാധ്യമ ലോകത്തേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് ചോദിക്കുന്നിടത്താണ്, അതിൻ്റെ ഉത്തരത്തിലാണ് ഈ സെമിനാറിൻ്റെ പ്രസക്തി നിൽക്കുന്നത്. നമ്മളുടെ മുൻഗാമികൾ അത് തിരിച്ചറിഞ്ഞവരായിരുന്നു, കൃത്യമായി ഇടപെട്ടവരായിരുന്നു. അൽ ഹിലാൽ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം, ഒരു ദിനപത്രമുണ്ടായിരുന്നു. അത് 1920-കളിലാണ്. പുതിയ ടെക്നോളജി ഇല്ലാത്ത കാലമാണ്. ആ ദിനപത്രത്തിൻ്റെ പത്രാധിപർ മൗലാന അബുൽ കലാം ആസാദ് റഹിമഹുല്ല അവറുകളായിരുന്നു. അൽ അമീൻ എന്ന് പറയുന്ന ഒരു പത്രമുണ്ടായിരുന്നു മലയാളത്തിൽ. അതിൻ്റെ ഓദർ, അതിൻ്റെ എഡിറ്റർ, അതിൻ്റെ ഉടമസ്ഥൻ പ്രിയപ്പെട്ട മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബായിരുന്നു. സ്വദേശാഭിമാനി എന്ന് പറയുന്ന ഒരു പത്രമുണ്ടായിരുന്നു. സ്വദേശാഭിമാനി എന്ന് പറയുമ്പോൾ ഇന്ന് ചരിത്രത്തിൽ വായിക്കപ്പെടുന്നത് പി രാമകൃഷ്ണപിള്ള അവറുകളെയാണ്. പി രാമകൃഷ്ണപിള്ളയുടെ ലഖബായ നിലയിലാണ്, സ്ഥാനപ്പേരായ നിലയിലാണ് സ്വദേശാഭിമാനി എന്നറിയപ്പെടുന്നത്. സ്വദേശാഭിമാനി എന്ന പത്രം ആദ്യമായി ഇവിടെ സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്നവരാണ്. നമ്മളുടെ മുൻഗാമികൾ ഇത് തിരിച്ചറിഞ്ഞില്ലേ? ജംഇയ്യത്തുൽ ഉലമാ ഹിന്ദിൻ്റെ എത്രയോ പ്രസിദ്ധീകരണങ്ങളാണ്, എത്രയോ പത്രങ്ങളാണ്, അൽ ജംഇയ്യത്തിൻ്റെ എത്രയോ പ്രധാനപ്പെട്ട പതിപ്പുകളാണ് ഈ സ്വാതന്ത്ര്യ മുന്നേറ്റത്തിന് നമ്മളുടെ മുൻഗാമികൾ മാധ്യമങ്ങളെ ഉപയോഗിച്ചത്. വേണ്ടതുപോലെ നാം എത്രത്തോളം ഇടപെടുന്നുണ്ട് എന്നുള്ളിടത്താണ് ശരിക്കും ഇതിൻ്റെ പ്രസക്തി നിൽക്കുന്നത്. 2 പുസ്തകങ്ങൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടിരുന്നു. അതിലൊന്ന് കമ്പളത്തും ഏറനാട്ടിൻ മക്കളും എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഏറനാട്ടിൻ ധീരമക്കളും. കമ്പളത്തും ഏറനാട്ടിൻ ധീരമക്കളും. ഏറനാട്ടിൻ ധീരമക്കൾ എന്ന് പറയുന്ന ഒരു കവിത എഴുതിയ ആളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് കമ്പളത്ത് ഗോവിന്ദൻ നായർ എന്നാണ്. കമ്പളത്ത് ഗോവിന്ദൻ നായർ ഏറനാട്ടിൻ ധീരമക്കൾ എന്ന് പറയുന്ന കവിത എഴുതിയത് 1920-കളിൽ നമ്മളുടെ മലബാർ കലാപം നടന്ന ഉടനെയാണ്. അങ്ങനെ എഴുതാൻ ധൈര്യപ്പെട്ടത്. അതിൻ്റെ പേരിൽ ക്രൂരമായ അതിക്രമങ്ങൾക്ക് വിധേയമായ ഒരാളാണ് കമ്പളത്ത് ഗോവിന്ദൻ നായർ. കമ്പളത്ത് ഗോവിന്ദൻ നായരും ഏറനാട്ടിൻ ധീരമക്കളും എന്ന് ഒരു പുസ്തകം പുതിയ കാലത്ത് ഒരു മഹാനായ വ്യക്തി എഴുതിയിട്ടുണ്ട്. അതേപോലെ പൊന്നാനിയിലെ അവിടെ സ്വാതന്ത്ര്യ സമര വിഷയങ്ങളിൽ പങ്കെടുത്ത ധീരരായ ആളുകൾ അവരുടെ പാട്ടുകൾ, അവരുടെ എഴുത്തുകൾ, അവരുടെ പാട്ടുകൾ പുസ്തക രൂപത്തിലാക്കിയിട്ട് കടൽ പാടിയ പാട്ടുകൾ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ആ 2 പുസ്തകം ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് ശരിക്കും പരിചയപ്പെട്ടത്. ഈ 2 പുസ്തകങ്ങളിൽ ചരിത്രത്തിൻ്റെ കൃത്യമായ ഒരു ഇടപെടൽ ഞാൻ പറഞ്ഞു തീർക്കാം. ആ 2 പുസ്തകങ്ങളുടെ
കൃത്യമായ ആ ഒരു കണ്ടെത്തലുകൾ വളരെ സന്തോഷം തോന്നി. അതിൽ ആ 2 പുസ്തകങ്ങളിൽ വലിയ സന്തോഷം തോന്നി. ആ 2 പുസ്തകങ്ങൾ എഴുതിയത്, സാധാരണ ഒരു കോട്ട് പറയാറുണ്ട്, എനിബഡി ക്യാൻ മേക്ക് ഹിസ്റ്ററി. ചരിത്രം നിർമ്മിക്കാൻ ആർക്കും സാധിക്കും. ചരിത്രം നിർമ്മിക്കാൻ ആർക്കും സാധിക്കും. എനിബഡി ക്യാൻ മേക്ക് ഹിസ്റ്ററി ബട്ട് എ ഗ്രേറ്റ് പേഴ്സൺ ക്യാൻ റൈറ്റ് ഇറ്റ് എന്നാണ്. ഒരു വലിയ മനുഷ്യന് മാത്രമാണ് അത് എഴുതി വയ്ക്കാനും രേഖപ്പെടുത്താനും സാധിക്കുകയുള്ളൂ. ചരിത്രം നിർമ്മിക്കാൻ ആർക്കും കഴിയും, പക്ഷേ ചരിത്രം രേഖപ്പെടുത്താൻ ഒരു വലിയ മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ 2 പുസ്തകങ്ങളുടെ ഓതറാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഷബീൻ മഹ്മൂദ് എന്ന് പറയുന്ന ഈ ബഹുമാന്യ പത്രപ്രവർത്തകൻ. മാതൃകയാക്കണം. ഉലമാക്കളായ നമ്മൾ തിരിച്ചറിയുകയും വേണം. ചരിത്രത്തെ രേഖപ്പെടുത്തണം. മീഡിയയെ വേണ്ടതുപോലെ ഉപയോഗിക്കണം എന്ന് മാത്രം ആമുഖമായി സൂചിപ്പിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പരിശുദ്ധമായി മജ്ലിസിനെ ഈ ഖുർആനിൻ്റെ ആയത്ത് കൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വആഖിറു ദഅ്വതീന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ എസി ഇങ്ങനെ ഡയറക്റ്റ് അടിക്കുന്നതേ പ്രശ്നമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആമുഖമായി